പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച പ്രദേശം വയനാട്. സഹ്യാദ്രി മലനിരകൾക്ക് താഴെയുള്ള ഈ ജില്ല ഒട്ടേറെ വന്യജീവികളാലും സസ്യജാലങ്ങളാലുമൊക്കെ സമ്പുഷ്ടമാണ്. വനങ്ങളിൽ കാണപ്പെടുന്ന കിഴങ്ങുകളും ഇലകളും ഫലങ്ങളുമൊക്കെ കഴിച്ചും അവയെ വീട്ടുവളപ്പിൽ നട്ടുവളർത്തിയുമൊക്കെ ജീവിച്ചിരുന്ന ആദിവാസികളാണ് വയനാട്ടിലെ പാരമ്പര്യ ജനവിഭാഗങ്ങൾ. എന്നാൽ കാലക്രമേണ ഇതിന് മാറ്റമുണ്ടായി. വനവാസികളിൽ ആധുനികത സ്വാധീനം ചെലുത്തിയതോടെ ഈ ഭക്ഷ്യവൈവിധ്യം നഷ്ടമായി തുടങ്ങി. നെല്ലിലും കിഴങ്ങുവർഗ്ഗങ്ങളിലും ഈ ജൈവശോഷണം ഏറെ പ്രകടമാണ്. കേരളത്തിൻ്റെ കാർഷിക ഭൂപടത്തിൽ വളരെ സുപ്രധാനമായ സ്ഥാനമുള്ള ഒരു ജില്ലയാണ് വയനാട്. വളരെ പ്രകൃതിരമണീയമായ സ്ഥലം, അനുഗ്രഹീതമായ കാലാവസ്ഥ, പിന്നെ കേരളത്തിൻ്റെ വയനാടിൻ്റേതായ തനതായ ഒരുപാട് വിളകളുടെ പ്രത്യേകത കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ജില്ലയാണ് വയനാട്. ഇവിടുത്തെ പ്രധാന വിളകൾ കാപ്പി, കുരുമുളക്, തേയില, നെല്ല്, വാഴ, പച്ചക്കറികൾ, റബ്ബർ, കമുക്, തെങ്ങ് തുടങ്ങിയവയാണ്. വയനാടിൻ്റെ പ്രത്യേകത എന്ന് പറയാവുന്നത് നമുക്ക് ഇവിടെ 22ഓളം ഇനം നെൽവിത്തുകളുണ്ട്. പരമ്പരാഗതമായി കൃഷി ചെയ്തു വന്നിരുന്ന നെൽവിത്തിനങ്ങളാണ്. അതിൽ കുറേയൊക്കെ ഇപ്പോൾ നാശോന്മുഖമായിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് വയനാടിൻ്റെ നെൽവയലുകൾ മുഴുവനായും തിരിച്ചു പിടിക്കുക എന്നുള്ള പ്രോഗ്രാമിനാണ്. അതിന് നമ്മൾ ഒരു പ്രത്യേകമായ ഒരു പാക്കേജ് തന്നെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിപണനത്തിനും പ്രത്യേകമായിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ വയനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ട്. പിന്നെ ജൈവ കൃഷിക്ക് ഇപ്പോൾ നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിന് വയനാടിൻ്റെ തന്നെ ബ്രാൻഡിങ്ങോടുകൂടിയ പ്രോഡക്ട്സ് പച്ചക്കറിയിലാണെങ്കിലും നെല്ലിലാണെങ്കിലും നമ്മൾ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിച്ച് ജൈവമാർഗത്തിൽ തന്നെ ഉൽപ്പാദിച്ച് പിന്നെ കൃഷി വകുപ്പിൻ്റെ ബ്രാൻഡിങ്ങോടുകൂടി വിപണനം നടത്താനുള്ള സംവിധാനങ്ങൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ വരൾച്ച എല്ലാ ജില്ലകളെപ്പോലെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് വയനാട് ജില്ലയെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പിന്നെ പ്രകൃതിക്ഷോഭത്തിനുള്ള നഷ്ടപരിഹാരങ്ങളൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് നമ്മൾ കർഷകർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രമായിട്ടില്ല. അവർക്ക് നഷ്ടപരിഹാരത്തെക്കാളേറെ അതിനുള്ള പ്രതിവിധിയാണ് കിട്ടേണ്ടത്. അപ്പം നമ്മൾ ഹരിത കേരളം പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തി സാധ്യമായ എല്ലാ കാര്യങ്ങളും ആ മേഖലയിലും ചെയ്യുന്നുണ്ട്. പിന്നെ കാർഷിക രംഗത്ത് നമ്മൾ ഈ വർഷം ഒരു 5320 ലക്ഷം രൂപയുടെ സഹായം കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് കറക്റ്റ് ടൈമിൽ തന്നെ എല്ലാ വിളകൾക്കുമുള്ള സഹായങ്ങൾ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പിന്നെ വയനാട് പാക്കേജിൽ ഉൾപ്പെടുത്തിയ പദ്ധതികൾക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഭക്ഷ്യ കലവറയും അതിലൂടെ ഭക്ഷ്യസുരക്ഷയും ചോർന്നുപോകാൻ പരമ്പരാഗത ഭക്ഷ്യവിളകളുടെ ശോഷണം വഴിവെക്കും. ഇത് തിരിച്ചറിഞ്ഞ ചില വ്യക്തികളും ജനസമൂഹങ്ങളും സംഘടനകളും ഒക്കെ ഇവയുടെ സംരക്ഷണം ഒരു ദൗത്യമായി ഏറ്റെടുത്തുവെന്നത് പ്രത്യാശ പകരുന്നു. അത്തരത്തിലൊരു വ്യക്തിയാണ് NM ഷാജി. വയനാട് ഇല്ലത്തുവയലിലുള്ള ഷാജിയുടെ കേദാരം എന്ന വീട്ടുവളപ്പ് കിഴങ്ങുവർഗ്ഗങ്ങളുടെ കൃഷിയുടെ ജീൻ ബാങ്കാണ്. കുടിയേറ്റ കർഷകരുടെ പിന്മുറക്കാരനായ ഷാജി വയനാട്ടിലെ ആദിവാസികളുടെ കൃഷി അറിവിൽ ആകൃഷ്ടനായി. പണ്ടുകാലത്ത് നമ്മുടെ പൂർവികരെ പട്ടിണി മരണങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷിച്ചിരുന്നത് ഇതേപോലെയുള്ള വൈവിധ്യമാർന്ന കിഴങ്ങുവർഗ്ഗങ്ങളായിരുന്നു. കാരണം ഓരോ കിഴങ്ങുവർഗ്ഗങ്ങൾക്കും അതിൻ്റേതായ ഒരു മെഡിസിൻ വാല്യൂവും കൂടി ഉണ്ടായിരുന്നു. ഒപ്പം നമ്മുടെ പട്ടിണിയും മാറ്റുക, രോഗങ്ങളെയും പ്രതിരോധിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മുടെ കാരണവന്മാർക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു പിന്തുടർച്ചക്കാരൻ എന്ന നിലയിൽ ഞാൻ ഇന്ന് ഈ നിലയിൽ ഇവിടം വരെ എത്തി. പക്ഷേ എൻ്റെ സമൂഹത്തിൽ എൻ്റെ ചുറ്റുപാടുമുള്ള ആളുകൾ പല പല രോഗങ്ങൾക്കും വളരെ ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് അടിമപ്പെടുന്നത് ഞാൻ കാണുകയുണ്ടായി. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെയെന്നുള്ള ഒരു അന്വേഷണത്തിലാണ് നമ്മുടെ പൂർവികർ കഴിച്ചിരുന്ന ഈ കിഴങ്ങുവർഗ്ഗങ്ങൾ പല രോഗങ്ങളെയും പ്രതിരോധിക്കാൻ കഴിവുള്ള കിഴങ്ങുവർഗ്ഗങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കുകയും അത് പരമാവധി ജനങ്ങളിൽ ഇതിൻ്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ജനിതക സംഭരണി സ്വന്തം വീട്ടിൽ തുടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ ഈ കിഴങ്ങുവർഗ്ഗങ്ങൾ പല ഭാഗത്തു നിന്ന് ഇങ്ങനെ ശേഖരിച്ചും സംരക്ഷിച്ചു വരുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വരെ പറയുമായിരുന്നു, ഇവന് പ്രാന്താണ്, ഇവന് വട്ടാന്നൊക്കെ പറഞ്ഞ അതേ സുഹൃത്തുക്കൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിനെ കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും ഇത് വാങ്ങിക്കൊണ്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് വരുന്നത് ഇപ്പോൾ അവരാണ്.
അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ ലോകമെമ്പാടും ചർച്ച ചെയ്യുന്നത് ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ സുരക്ഷയെ താങ്ങി നിർത്തേണ്ടത് വളരെ ഒരു അത്യാവശ്യമാണ്. കാരണം ഇന്ന് നെല്ല് പോലെയുള്ള കൃഷി ഇന്ന് നമുക്ക് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെൽകൃഷി അന്യം നിന്ന് പോകുന്ന ആ സ്ഥലത്ത് നമ്മുടെ പഴയ കാലത്തെ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ തികച്ചും ഓർഗാനിക്കലായിട്ട് കൃഷി ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് നല്ലൊരു ഭക്ഷ്യസുരക്ഷ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ കൃഷി ചെയ്യാനുണ്ടായ സാഹചര്യം. ഇവയുടെ വൈവിധ്യം ചോർന്നു പോവുകയാണെന്ന നിരീക്ഷണം ഈ യുവ കർഷകനെ ആശങ്കാകുലനാക്കി. അങ്ങനെയാണ് 2 പതിറ്റാണ്ട് മുമ്പ് നാടൻ കിഴങ്ങിനങ്ങളുടെ സംരക്ഷണം ജീവിത നിയോഗമായി ഏറ്റെടുക്കുന്നത്. 1.5 ഏക്കർ വിസ്തൃതിയിലുള്ള ഷാജിയുടെ വീട്ടുവളപ്പിലെത്തുന്നവരെ കാത്തിരിക്കുന്നത് കിഴങ്ങുവർഗ്ഗങ്ങളുടെ വിസ്മയ ലോകമാണ്. വിവിധ വിളകളിലായി 102 ഇനങ്ങൾ. കാച്ചിലിലുള്ളത് 27 അപൂർവ ഇനങ്ങളാണ്. കഴിക്കുന്നവരുടെ രുചിമുകുളങ്ങളെ ത്രസിപ്പിക്കും വിധമുള്ള വൈവിധ്യമാർന്ന രുചിയും ആകർഷണീയതയുമുള്ള ഇനങ്ങളാണ് ഇവയിൽ പലതും. ആദിവാസികളുടെ ഇഷ്ടഭക്ഷണവും 100 കൂടുതലുള്ളതുമായ നൂറാൻ കിഴങ്ങ്. ഇത് നൂറോ കിഴങ്ങെന്ന് പറയും. ഇതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മളൊരു 500 വർഷമെങ്കിലും മിനിമം പുറകോട്ട് പോകണം. ആദിമകാലത്ത് നമ്മുടെ പൂർവികർ വേട്ടയാടിയും കായികനികൾ ഭക്ഷിച്ചും കാട്ടിലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ മാത്രം ഭക്ഷിച്ചാണ് ജീവിച്ചിരുന്നത്. അതിനുശേഷം നമ്മുടെ പൂർവികർ കുടിയേറ്റം നടത്തി കഴിഞ്ഞപ്പോൾ അന്ന് പട്ടിണിയും ദാരിദ്ര്യമായി മൃഗങ്ങളെ പേടിച്ച് ഉയരമുള്ള മരത്തിന് മുകളിലും പാറയുടെ ഗുഹകളിലൊക്കെയാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ അന്ന് ഒരു കുടുംബത്തിലെ 8ഉം 10ഉം മക്കളൊക്കെ ഉള്ളൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ പട്ടിണി അന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നൊരു കാലഘട്ടം കൂടെയാണ്. അപ്പോൾ ഈ ആദിവാസി സഹോദരന്മാർ കാട്ടിൽ പോകുമ്പോൾ എന്താണ് ഇവർ പറിച്ച് കഴിക്കുന്നതെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ കൂടെ പോകുമായിരുന്നു. അങ്ങനെ പോയി കണ്ടെത്തിയ കിഴങ്ങാണിത്. നൂറോ കിഴങ്ങെന്ന് പറയും. സൂക്ഷ്മ മൂലകങ്ങളെ വലിച്ചെടുത്ത് മണ്ണിൻ്റെ ആഴങ്ങളിലോട്ട് വളരുന്നതുകൊണ്ട് ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമായ അന്നജ ഊർജ്ജം പ്രോട്ടീൻ ധാരാളമായിട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. 100ൻ്റെ അംശം കൂടുതലാണ്. അതുകൊണ്ടാണ് ആദിവാസികൾ ഇതിന് നൂറോ കിഴങ്ങ് എന്ന് പറയുന്നത്. ഈ കാണുന്നത് ഇത് മൊത്തം നൂറോ കിഴങ്ങാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നാരുകൾ കൊണ്ട് ആവരണം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേൽഭാഗം നാരിൻ്റെ അംശം കൂടുതലായതുകൊണ്ട് നമ്മൾ ഭക്ഷിക്കാൻ എടുക്കില്ല. താഴ്ഭാഗം വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് താഴ്ഭാഗമാണ് നമ്മൾ ഭക്ഷിക്കാനായിട്ട് എടുക്കുക. ഇതിൻ്റെ വള്ളിയിൽ മുള്ളുകളുണ്ടാവും. ഒരു ഞെടിപ്പിൽ 5 ഇലകളുണ്ടാവും. കാച്ചിലിൻ്റെ ഇലയുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഇതിൻ്റെ ഒരു ഞെടിപ്പിൽ 5 ഇലകളുണ്ടാവും. നമുക്ക് ഇതിൽ ചെറിയ ചെറിയ മണിമണി പോലത്തെ സീഡുകളാണ് ഉണ്ടാകുക. ആ സീഡ് വീണ്ടും നമുക്ക് മേക്കാച്ചിക്ക എന്ന് പറയും. അത് വീണ്ടും നമ്മൾ വിത്തായിട്ട് തന്നെ ഉപയോഗിക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് വളരെ ആഴത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഇനമാണ്. കുട്ടികൾക്ക് കുറുക്കി കൊടുക്കുന്ന അരിക്കിഴങ്ങ്. ഇത് അരിക്കിഴങ്ങെന്നാണ് പറയുക. വന്യയിനം തന്നെയാണ്. ഇപ്പോൾ ഉണ്ടാകുന്ന കുട്ടികൾക്ക് മുത്താറി അല്ലെങ്കിൽ പഞ്ഞപ്പുല്ലാണ് നമ്മൾ കുറുക്കി കൊടുക്കുക. പഴയ കാലത്ത് നമ്മുടെ കാരണവന്മാർ കുട്ടികൾക്ക് കുറുക്കി കൊടുത്തിരുന്നത് ഒരു കാട്ട് ഇനം കിഴങ്ങ് വർഗ്ഗമാണിത്. അരിക്കിഴങ്ങെന്ന് പറയും. കഴിക്കാൻ വളരെ ടേസ്റ്റുള്ളതാണ്. കുറുക്കുണ്ടാക്കി കഴിച്ചാൽ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ കഴിക്കാം. ഇന്നത്തെ പഴയ കാലത്തെ കാരണവന്മാർ ഉണങ്ങിയ അടയ്ക്ക വെറ്റില മുറുക്കുമ്പോൾ ഉണങ്ങിയ അടയ്ക്ക നിസ്സാരമായിട്ട് കടിച്ചു പൊടിക്കുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ഏറ്റവും പോഷകം നിറഞ്ഞൊരു വന്യ ഇനം കിഴങ്ങാണിത്. അരിക്കിഴങ്ങെന്നാണ് ഇതിന് പറയുക. മൂത്രച്ചൂടിന് ഒറ്റമൂലിയായ നാരോ കിഴങ്ങ്. ഇത് നാരോ കിഴങ്ങെന്ന് പറയും. ഇത് മണ്ണിൻ്റെ ആഴത്തിലോട്ട് പോകാതെ പാറയുടെ മുകളിൽ കൂടിയാണ് കൂടുതലായിട്ട് സഞ്ചരിക്കുക. കുറഞ്ഞ മണ്ണിൽ വളരെ ദൂരം സഞ്ചരിക്കുന്നതാണ്. ഇത് ഫുള്ള് നാരിൻ്റെ അംശം കൂടുതലായതുകൊണ്ട് ആദിവാസികൾ ഇത് ചുട്ടാണ് കൂടുതലായിട്ട് ഭക്ഷിക്കുക. പിന്നെ ഇതിൻ്റെ ഒരു മെഡിസിൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂത്രച്ചുടിച്ചിൽ പോലെയുള്ള രോഗങ്ങൾക്ക് ഇതിൻ്റെ പറിച്ചിട്ട് തണ്ട് ചതച്ചെടുത്തിട്ട് ഇതിൻ്റെ ചാറ് പിഴിഞ്ഞെടുത്തിട്ട് അത് ചെറുതേനും കൂടെ കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ മൂത്രം ചൊടിച്ചിൽ രോഗങ്ങൾക്ക് ആദിവാസികളുടെ ഇടയ്ക്ക് ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടെയാണ്. ഇത് ചുട്ടാണ് നമ്മൾ ഭക്ഷിക്കുക, നാരിൻ്റെ അംശം കൂടുതലുള്ളത് കൊണ്ട്. ഉദരരോഗത്തിന് ഔഷധമായ നോപ്പൻ എന്നിങ്ങനെ നീളുന്നു ഇവയുടെ വൈവിധ്യം. ഇത് നോപ്പൻ ആദിവാസി വിഭാഗത്തിൽ തേൻ കുറുമരുടെയൊക്കെ ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവർ പറഞ്ഞത്
നോപ്പൻ എന്നാണ് ഇതിന് പറയുന്നത്. ഇതും ഒരു വിഷം നിറഞ്ഞൊരു കിഴങ്ങ് വർഗ്ഗമാണ്. പക്ഷേ നല്ല മെഡിസിനുള്ളതാണ്. ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് ഇതിൻ്റെ ചാറ് ഇടിച്ച് പിഴിഞ്ഞെടുത്ത് ചെറുതേനും കൂടെ കൂട്ടി ആദിവാസികളുടെ ഇടയിൽ ഒറ്റമൂലിയായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. നോപ്പൻ എന്ന് പറയും. സമ്പൂർണ്ണ ജൈവ കൃഷിയാണ് കിഴങ്ങ് വർഗ്ഗങ്ങളിലൊക്കെ ഷാജി അനുവർത്തിക്കുന്നത്. അതിനും ആദിവാസികളുടെ പാരമ്പര്യ വിജ്ഞാനം തന്നെയാണ് മാതൃക. വളരെ വിലപ്പെട്ട നാട്ടറിവിൻ്റെയും അതുപോലെ തന്നെ നാടൻ വിത്തിനങ്ങളുടെയും എല്ലാം കാവൽക്കാരാണ് വയനാട്ടിലെ ആദിവാസി സമൂഹം. അത് പ്രത്യേകിച്ചും ഭക്ഷ്യവിളകളെ സംബന്ധിച്ച് അത് കിഴങ്ങ് വർഗ്ഗങ്ങളാണെങ്കിലും ശരി, നാടൻ നെല്ലിനങ്ങളാണെങ്കിലും ശരി, കൂടുകളാണെങ്കിലും ശരി, ഇലക്കറികളാണെങ്കിലും ശരി, ഇവയൊക്കെ സംബന്ധിച്ച് ധാരാളം വിലപ്പെട്ട അറിവ് ഈ സമൂഹത്തിനുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു കാലഗതിയിൽ അത്തരം അറിവുകളെല്ലാം നല്ലൊരു തോതിൽ നാട് നീങ്ങി കഴിഞ്ഞു. അതേസമയം നമ്മളിന്ന് പരിചയപ്പെട്ട കർഷകനായ ഷാജി ഇത്തരം വിലപ്പെട്ട ധാരാളം നാടൻ കിഴങ്ങ് വർഗ്ഗങ്ങൾ സ്വന്തം കൃഷിയിടത്തിൽ സംരക്ഷിക്കുകയാണ്. ഇവയുടെ ഒരു മൂല്യം നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തത്ര മൂല്യമാണ്. കാരണം അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ഭക്ഷ്യ സുരക്ഷ, അതുപോലെ പരമ്പരാഗതയുള്ള വൈദ്യവിജ്ഞാനവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ഗുണങ്ങളുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളാണിത്. ഇവയുടെ സംരക്ഷണത്തെ സംബന്ധിച്ച് കൂടുതൽ കൃഷിക്കാർ ഈ രംഗത്തേക്ക് വരേണ്ടതുണ്ട്. ഈ ആദിവാസികളുടെ വിലപ്പെട്ട നാട്ടറിവ് സംരക്ഷിച്ച് അത് പലപ്പോഴും ഈ പുതിയ തലമുറയ്ക്ക് അതിനെ സംബന്ധിച്ചുള്ള വിജ്ഞാനം കുറവാണ്. അത് നമ്മൾ നാടിൽ നിന്നും നഷ്ടപ്പെടാതെ സംരക്ഷിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ദൗത്യം നമ്മുടെ കൃഷിക്കാരെല്ലാം, വയനാട് ജില്ലയുടെ കൃഷിക്കാർ, പറ്റുന്ന കൃഷിക്കാരെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇത് വളരെ റെയറായിട്ടുള്ളതും വളരെ വിഷം നിറഞ്ഞ ഒരു ഇനമാണ്. കോതക്കിഴങ്ങെന്നാണ് നമ്മുടെ സാധാരണ മുള്ളുക്കുറുമാരി, ഇരുളരൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നൊരു സാധനമാണ്. ഇതിന് കോതക്കിഴങ്ങെന്നാണ് പറയുക. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ കഴിക്കാൻ എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ 18 കപ്പ അതിൻ്റെ ആ ഒരു മെത്തേഡിലുള്ളൊരു സാധനമാണ്. ഇത് അരിഞ്ഞ് നന്നായിട്ട് ചെത്തിയിട്ട് വെള്ളം തിളപ്പിച്ച് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വാട്ടി ഊറ്റി ചേഞ്ച് ചെയ്തിട്ട് ഒരു കിഴി പോലെ കെട്ടി ഒഴുക്കുള്ള വെള്ളത്തിൽ കെട്ടി താത്തിയിടും. എന്നിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് നമ്മൾ ഇത് കഴിക്കുന്നത്. അത്ര വിഷമുള്ളൊരു സാധനവും കൂടെയാണിത്. കോതക്കിഴങ്ങെന്നാണ് പറയുക. ചേമ്പിൽ 30 ഇനവും മധുരക്കിഴങ്ങിൽ 12 ഇനവും ഇവിടെയുണ്ട്. അതായത് മധുരക്കിഴങ്ങിൻ്റെ യാതൊന്നും തന്നെ വേസ്റ്റില്ല. ഇല നമുക്ക് ഉപ്പേരി വെച്ച് കഴിക്കാം. എല്ലാ മധുരക്കിഴങ്ങിൻ്റെ ഇല നമുക്ക് ഉപ്പേരി എന്ന് പറഞ്ഞാൽ മത്തേല, ചീരയിലൊക്കെ വെക്കുന്ന പോലെ നമുക്ക് മെഴുക്ക് പുരട്ടി ഉപ്പേരി വെച്ച് കഴിക്കാം. അതിൻ്റെ തണ്ട് നല്ലൊരു കാലിത്തീറ്റയാണ്. അതിൻ്റെ തണ്ട് നല്ലൊരു മത്സ്യാഹാരമാണ്. മീൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആഹാരമാണ്. പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ അടങ്ങിയ സാധനമാണ്. അതുപോലെ തന്നെ കിഴങ്ങ് നല്ലൊരു കാലിത്തീറ്റയാണ്. അതോടൊപ്പം തന്നെ നല്ലൊരു മനുഷ്യാഹാരം കൂടിയാണ് ഉരുളക്കിഴങ്ങ്, ഈ മധുരക്കിഴങ്ങ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെഡിസിൻ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായി ഗർഭിണികളെ സ്ത്രീകളിൽ വിളർച്ച ഉണ്ടാകുന്നുണ്ട്. ഫോളിക് ആസിഡിൻ്റെ ഇരുമ്പിൻ്റെയും കുറവ് കൊണ്ടാണ് സാധാരണയായിട്ട് ഇങ്ങനെ ഉണ്ടാകുക. അപ്പോൾ 100 ഗ്രാം മധുരക്കിഴങ്ങിൻ്റെ ഇലയിൽ 150 മുതൽ 1400 ഗ്രാം മൈക്രോഗ്രാം വരെ ഫോളിക് ആസിഡ് ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ജനിക്കുന്ന കുട്ടികൾക്ക് നിശാന്തത അഥവാ മാലക്കണ്ണ്, ഇപ്പം എല്ലാ കുട്ടികളും ഇങ്ങനെ നോക്കണം, ദൂരക്കാഴ്ച കുറവാണ്. അപ്പം ജീവക എയുടെ കുറവാണ്. 100 ഗ്രാം മധുരക്കിഴങ്ങിൻ്റെ ഇലയിൽ 150 മുതൽ 3000 മൈക്രോഗ്രാം വരെ ജീവക എ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ഭക്ഷണത്തിൽ മധുരക്കിഴങ്ങ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അമ്മയുടെയും കുഞ്ഞിൻ്റെ ആരോഗ്യ പരിപാലനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു ഇനം കിഴങ്ങ് വർഗ്ഗം കൂടിയാണ് മധുരക്കിഴങ്ങ്. ഞാൻ പറയുന്നത് കേട്ട് കടയിൽ നിന്ന് മേടിച്ച് കഴിച്ച വിവരം അറിയും. സ്വന്തമായിട്ട് നട്ട് ഇത് ഗ്രോ ബാഗിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് നടാം, ഇല്ലെങ്കിൽ ചാക്കിനകത്ത് നടാം. ചെറിയ ചെറിയ ട്രേ പോലെയുള്ള പാത്രങ്ങളിലൊക്കെ നമുക്ക് മധുരക്കിഴങ്ങ് വളരെ ഭംഗിയായിട്ട് കൃഷി ചെയ്യാം. ഒരു ചെറിയൊരു തണ്ട് നട്ട് കഴിഞ്ഞ് 30ാമത്തെ ദിവസം മുതൽ അത് നീളാൻ തുടങ്ങും. അത് കട്ട് ചെയ്ത് കൂടുതൽ സ്ഥലത്ത് നമുക്കിത് വളരെ ലളിതമായിട്ട് നമുക്ക് കൃഷി ചെയ്യാം. പെട്ടെന്ന് ഒരു അതിഥി നമ്മുടെ വീട്ടിലോട്ട് വന്നാൽ ഒരു 10 മധുരക്കിഴങ്ങിൻ്റെ ഇല പറിച്ച് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ട് നമുക്കിത് കഴിക്കാം. ഏറ്റവും ഗുണകരമായ ഇനമാണ്.
यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചക്കയുടെ ഉൽപാദനം, മൂല്യവർദ്ധനവ്, വിപണനം എന്നീ വിഷയങ്ങളിൽ അന്താരാഷ്ട്ര ശില്പശാല. ഹൈടെക് അടുക്കളത്തോട്ട നിർമ്മാണത്തിൽ പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. ചക്കയുടെ ഉൽപാദനവും മൂല്യവർദ്ധനവും വിപണനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ശില്പശാല വയനാട് അമ്പലവയൽ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഓഗസ്റ്റ് 9 മുതൽ 14 വരെ നടത്തുന്നു. കേരള കാർഷിക സർവകലാശാല, കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, TFNet, ICAR, ISSAAS, ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി എന്നിവ സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി വിളിക്കാവുന്ന ഫോൺ നമ്പർ 049362604221. മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഭാഗമായി നെടുമങ്ങാട് പ്രാദേശിക മൃഗസംരക്ഷണ കേന്ദ്രം വ്യാവസായിക അടിസ്ഥാനത്തിൽ ആടുവളർത്തലിൽ പരിശീലനം നൽകുന്നു. തിരുവനന്തപുരം ജില്ലയിലെ 40 സംരംഭകർക്കായി 4 ദിവസമാണ് പരിശീലനം നൽകുക. കർഷകർക്ക് 1000 രൂപ യാത്രാബത്ത ഇനത്തിൽ നൽകും. താൽപര്യമുള്ള കർഷകർ നെടുമങ്ങാട് താലൂക്കിന്റെ പരിധിയിലുള്ള മൃഗാശുപത്രിയിൽ അപേക്ഷ നൽകേണ്ടതാണ്. ജൂലൈ 10 വരെ മൃഗാശുപത്രികളിൽ അപേക്ഷ സ്വീകരിക്കും. ജൂൺ 30 കാർഷിക കോളേജിന്റെ വെള്ളാനിക്കര ഇൻസ്ട്രക്ഷണൽ ഫാമിൽ ഹൈടെക് അടുക്കളത്തോട്ട നിർമ്മാണത്തിലും പരിപാലനത്തിലും പരിശീലനം നൽകുന്നു. 1/4 സെന്റ്, 1 സെന്റ് സ്ഥലങ്ങളിൽ എന്നിങ്ങനെ ഹൈടെക് അടുക്കളത്തോട്ടങ്ങൾ നിർമ്മിക്കാം. അവയെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്, പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കുന്ന വിധം, മൾട്ടി ടയർ ഗ്രോ ബാഗ് സെറ്റിംഗ്, ഹൈടെക് രീതിയിൽ നഴ്സറി ചെടികൾ ഉണ്ടാക്കുന്ന വിധം, വിവിധ തരം ജൈവ വളങ്ങളുടെയും കീടനാശിനികളുടെയും നിർമ്മാണം എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 7025498850. കൊച്ചിയിലെ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കടൽപ്പായലുകളിൽ നിന്ന് കടൽമീൻ എന്ന ട്രേഡ് മാർക്കിൽ പ്രമേഹ ഔഷധം നിർമ്മിച്ചു. ടൈപ്പ് 2 പ്രമേഹത്തിനെതിരെ ഫലപ്രദമായാണ് ഈ ഔഷധമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു. ക്യാപ്സ്യൂൾ രൂപത്തിലാണ് കടൽമീൻ വിപണനം ചെയ്യുന്നത്. സൂക്ഷിപ്പു കാലവും ഈ ഔഷധത്തിന് കൂടുതലാണ്. പത്തനംതിട്ടയിലെ അടൂർ സ്റ്റേറ്റ് സീഡ് ഫാമിൽ ചീര, വെണ്ട, വെള്ളരി, പാവൽ, വള്ളിപ്പയർ, പടവലം തുടങ്ങി പലയിനം പച്ചക്കറി വിത്തുകളും ജ്യോതി നെൽവിത്തും വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. സ്റ്റേറ്റ് സീഡ് ഫാമിന്റെ ഫോൺ നമ്പർ 0473422786. പച്ചക്കറി തൈകളുടെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ തുരത്താൻ ഫലപ്രദമാണ് EM5 ലായനി. EM5 കർഷകർക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. 100 ഗ്രാം ശർക്കര 600 മില്ലിലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക. ഇതിൽ 100 മില്ലി വീതം EM5 ലായനിയും വിനാഗിരിയും ഒഴിക്കുക. ഇവ നന്നായി കലർത്തിയ ശേഷം പ്ലാസ്റ്റിക് കുപ്പിയിൽ നിറയ്ക്കുക. അതിൽ 1 സ്പൂൺ കാന്താരി അരച്ചതും 4-5 വെളുത്തുള്ളി അല്ലികളും ഇടണം. ഇത് 5 മുതൽ 10 ദിവസം വരെ തണലത്ത് വെച്ച് പുളിപ്പിക്കാൻ അനുവദിക്കുക. 10 ദിവസം കൊണ്ട് EM5 ലായനി തയ്യാറാകും. EM5 ലായനി 3 മാസം വരെ അന്തരീക്ഷ താപനിലയിൽ സൂക്ഷിക്കാം. EM5 ലായനി ഉപയോഗിക്കുന്നതിന്റെ 1000 ഇരട്ടി വെള്ളത്തിൽ നിർമ്മിച്ചാണ് ചെടികളെ തളിക്കേണ്ടത്. കീടങ്ങളെ അകറ്റുന്ന വികർഷിണിയായി EM5 ലായനി പ്രവർത്തിക്കും. മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ നാളെ കാട വളർത്തലിൽ 1 ദിവസത്തെ സൗജന്യ പരിശീലനം നൽകുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിന് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0492815454 8281777080.
തിരുവനന്തപുരം കൃഷി വിജ്ഞാന കേന്ദ്രം ജൂൺ 16-ാം തീയതി നടത്തേണ്ടിയിരുന്ന പരിശീലന പരിപാടി ജൂൺ 27-ന് നടത്തുന്നു. മഴമറ നിർമ്മാണം, മഴമറ ഉപയോഗിച്ചുള്ള ആധുനിക കൃഷിരീതികൾ, മഴമറ കൃഷിയിലൂടെ ചില പ്രത്യേക വിളകളുടെ ഉൽപാദന വർധനവ് എന്നീ വിഷയങ്ങളാണ് പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പരിശീലന ഫീസ് 50 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9400288040. പത്തനംതിട്ട ജില്ലാ ICAR കൃഷി വിജ്ഞാന കേന്ദ്രം കാർഡിൽ ഈ മാസം 22 മുതൽ 24 വരെ കൂൺ കൃഷിയിൽ തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നു. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0469266294. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 12,600 രൂപ, കോഴിക്കോട് 14,400, തൃശൂർ 12,500. കൊപ്ര കൊച്ചി 8,475, കോഴിക്കോട് 9,150, തൃശൂർ 8,435. കുരുമുളക് അൺഗാർബിൾ 48,500, ഗാർബിൾ 50,500. ചുക്ക് മീഡിയം 9,750, ബസ്റ്റ് 11,750. മഞ്ഞൾ സേലം 8,400, ഈറോഡ് 8,700. അടയ്ക്ക പഴയത് 20,000-നും 21,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5-ാം ഗ്രേഡ് 12,000, RSS 4-ാം ഗ്രേഡ് 12,200. കോട്ടയം റബ്ബർ RSS 5-ാം ഗ്രേഡ് 12,000, RSS 4-ാം ഗ്രേഡ് 12,200 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 12,600 രൂപ, കൊപ്ര 8,475, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,200, റോട്ടറി 2,500. കുരുമുളക് അൺഗാർബിൾ 48,500, ഗാർബിൾ 50,500. ചുക്ക് മീഡിയം 9,750, ബസ്റ്റ് 11,750. മഞ്ഞൾ നാടൻ 11,500, അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 150-നും 170-നും മധ്യേ. തൊണ്ടില്ലാത്തത് 300-നും 340-നും മധ്യേ. ജാതിപത്രി 450-നും 525-നും മധ്യേ. ഗ്രാമ്പു 670. റബ്ബർ RSS 5-ാം ഗ്രേഡ് 12,000, RSS 4-ാം ഗ്രേഡ് 12,200. ഒട്ടുപാൽ 8,200, ലാറ്റക്സ് 8,800 രൂപ. കമ്പോള അവലോകനം. ഹൈറേഞ്ചിൽ നിന്നുള്ള പുതിയ ഏലക്ക വരവിന് അല്പം കാലതാമസം നേരിടുമെന്ന് വ്യക്തമായതോടെ ഉത്തരേന്ത്യൻ വ്യാപാരികളും കയറ്റുമതിക്കാരും കിട്ടാവുന്നത്ര ചരക്ക് വാങ്ങാൻ ഉത്സാഹിച്ചു. ഇടുക്കിയിൽ നടന്ന ലേലത്തിന് വന്ന 16,795 കിലോഗ്രാം ഏലക്ക പൂർണ്ണമായും വിറ്റഴിഞ്ഞു. മികച്ച ഇനങ്ങൾ കിലോ 1,230 രൂപയിലും ശരാശരി ഇനങ്ങൾ 987 രൂപയിലുമാണ്. പ്രമുഖ വിപണികളിൽ റബ്ബർ ക്ഷാമം അനുഭവപ്പെട്ടെങ്കിലും ഷീറ്റ് വിലയിൽ കാര്യമായ മാറ്റങ്ങൾക്ക് വ്യവസായികൾ തയ്യാറായില്ല. ഉൽപാദകർ വിപണിയിലെ തളർച്ച മൂലം ടാപ്പിംഗിന് താൽപര്യം കാണിക്കാതെ തോട്ടങ്ങളിൽ നിന്ന് വിട്ടുനിന്നു. കൊച്ചിയിൽ 4-ാം ഗ്രേഡ് കിലോ 122 രൂപ. ആഭ്യന്തര വിദേശ വിപണികളിൽ നിന്നുള്ള അന്വേഷണങ്ങൾ ചുരുങ്ങിയത് കുരുമുളക് കർഷകരിൽ ആശങ്ക ജനിപ്പിച്ചു. ഗാർബിൾഡ് മുളക് കിലോ 505 രൂപയിൽ ഇന്ന് ഇടപാടുകൾക്ക് തുടക്കം കുറിച്ചു. തെളിഞ്ഞ കാലാവസ്ഥ നാളികേര വിളവെടുപ്പും കൊപ്ര സംസ്കരണവും വീണ്ടും സജീവമാക്കി. സംസ്ഥാനത്ത് കൊപ്രയുടെ ലഭ്യത ഉയരുമെന്ന വിലയിരുത്തലുകൾ മലബാർ മേഖലയിലും കൊച്ചിയിലും വെളിച്ചെണ്ണ വിലയെ ബാധിച്ചു. എണ്ണയ്ക്ക് പ്രാദേശിക ഡിമാൻഡ് കുറവാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.6, 25.6. കൊച്ചി 32.7, 25.5. ആലപ്പുഴ 33.4, 26.4. പുനലൂർ 34, 25.2. തിരുവനന്തപുരം കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.9 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.